മലപ്പുറം വഴിക്കടവ് KSEB ഓഫീസിൽ നിന്നും ലൈൻ കമ്പി മോഷ്ടിച്ച KSEB ഉദ്യോഗസ്ഥനും കരാർ തൊഴിലാളിയുമടക്കം 5 പേർ പിടിയിൽ. KSEB ഉദ്യോഗസ്ഥനായ വണ്ടൂർ സ്വദേശി തോമസും കരാർ തൊഴിലാളിയായ അബ്ദുൾ സലാമും ചേർന്നാണ് മോഷണം ആസൂത്രണം ചെയ്ത് 100 കിലോയിലധികം തൂക്കം വരുന്ന അലൂമിനിയം കമ്പിയാണ് പ്രതികൾ കടത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, പഴയൊരു മലയാള സിനിമയിൽ ഈ കള്ളന്മാർ KSEB ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് KSEB ഉദ്യോഗസ്ഥർ കള്ളന്മാരുടെ വേഷത്തിലാകുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതുപോലെ തന്നെയാണ്. കാരണം KSEB ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇങ്ങനെ KSEBയുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരവും അതോടൊപ്പം തന്നെ ഗൗരവമുള്ള ഒരു കാര്യം. കാരണം KSEB ഓഫീസിൽ ഉള്ള ഏകദേശം 100 കിലോയോളം വരുന്ന അലൂമിനിയം കമ്പിയാണ് ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടത്. അതിന് പിന്നിൽ ഒരു KSEB ഉദ്യോഗസ്ഥൻ തന്നെയാണ്. മലപ്പുറം വഴിക്കടവ് KSEB ഓഫീസിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ പട്രോളിങ്ങിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് KSEB ഉദ്യോഗസ്ഥനായ വണ്ടൂർ സ്വദേശി കൂടിയായ തോമസ് ആണ് ഇതിന് പിന്നിൽ. അതോടൊപ്പം തന്നെ കരാർ ജോലി ചെയ്യുന്ന KSEB ഓഫീസിൽ തന്നെ കരാർ ജോലി ചെയ്യുന്ന 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ജലീൽ എന്ന വ്യക്തിയാണ് ഈ കരാർ ജോലിയിൽ മറ്റു കരാർ ജോലിക്കാരെ കൂടി ഏകോപിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. തോമസും അതോടൊപ്പം തന്നെ അബ്ദുൽ ജലീലുമാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത്. ഇവർ ഏകദേശം 100 കിലോയോളം വരുന്ന അലൂമിനിയം കമ്പി മോഷ്ടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. മറ്റു കരാർ ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ രാത്രിയിൽ ഈ വാഹനത്തിൽ മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ വഴിക്കടവ് പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെ ഈ വാഹനം പരിശോധിച്ചു. ആ സമയത്ത് ഈ വാഹനത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി ഓടി. അതിനുശേഷം പോലീസ് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഈ വാഹനത്തിൽ ടാർപോളിന് അടിയിലായി മറച്ച രീതിയിൽ ഇങ്ങനെ ഈ അലൂമിനിയം കമ്പികൾ കണ്ടെത്തുകയായിരുന്നു. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് KSEBയിൽ ഉള്ള അലൂമിനിയം കമ്പി ആണ് എന്നുള്ളത് വ്യക്തമാവുകയായിരുന്നു. അതിനുശേഷം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്തു. അതിൽ നിന്നുമാണ് ഇത് വഴിക്കടവ് KSEB ഓഫീസിൽ നിന്നുള്ള അലൂമിനിയം കമ്പി ആണെന്ന് കണ്ടെത്തുകയും തുടർന്ന് നിലവിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ KSEB ഉദ്യോഗസ്ഥനെയും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു KSEB ഓഫീസിൽ ഉള്ള സാധനങ്ങൾ KSEB ഉദ്യോഗസ്ഥരുടെ തന്നെ അവരുടെ തന്നെ അനുമതിയോടെ അല്ലെങ്കിൽ അവരുടെ തന്നെ കൂട്ടായ പരിശ്രമത്തോടെ പ്രധാന വിഷയം അത് തന്നെയാണ്. അതായത് KSEBയുടെ ഉദ്യോഗസ്ഥൻ, അവിടെ തൊഴിലാളിയായി വന്ന കരാർ ജീവനക്കാരൻ, ഇവരുടെ നേതൃത്വത്തിലാണ് ആസൂത്രണം. പിന്നെ മറ്റു കൂട്ടാളികളെയും വിളിച്ച് മോഷണം നടത്തിയിരിക്കുന്നു. പോലീസ് കണ്ടതുകൊണ്ട് അത് തിരിച്ചു കിട്ടി. ഈ കള്ളന്മാരെ പിടിക്കാനും കഴിഞ്ഞു.